കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച ശാന്തിക്കാരൻ അറസ്റ്റിൽ. ചുങ്കത്ര അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണയാണ് പിടിയിലായത്. ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന 450 ഗ്രാം തൂക്കം വരുന്ന വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിലാണ് ശാന്തിക്കാരനായ ചുങ്കത്ര അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണ എന്ന 21-കാരനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മാർച്ച് 29-നാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ് നട തുറന്ന ഈ ദിവസം അവധിയെടുത്ത സ്ഥിരം ശാന്തിക്കാരന് പകരമായി അതുൽ കൃഷ്ണയാണ് പൂജയ്ക്കെത്തിയത്. ഈ സമയമാണ് നിലവിളക്ക് മോഷ്ടിച്ചത്. ഇത് കോഴിക്കോട് പാളയത്തെ ജ്വല്ലറിയിൽ 1 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയും നടത്തി. പോലീസ് ജ്വല്ലറിയിലെത്തി നടത്തിയ പരിശോധനയിൽ പ്രതി നിലവിളക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമായാണ് പ്രതി കൊമ്പൻകല്ല് ക്ഷേത്രത്തിൽ പകരം ശാന്തിക്കായി എത്തിയിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അകമ്പാടത്തെ തന്നെ പൊക്കോടുള്ള കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കെത്തിയപ്പോൾ ഭഗവാന്റെ സ്വർണ്ണപ്പൊട്ട് മോഷ്ടിച്ചത് ഭരണസമിതി കൈയോടെ പൊക്കിയിരുന്നു. 16,000 രൂപയ്ക്ക് നിലമ്പൂരിലെ ജ്വല്ലറിയിൽ വിറ്റതായാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷണത്തിനും തുമ്പായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.